ഹായ്, എല്ലാവർക്കും ഈ ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതീയ ന്യായ സംഹിതയുടെ 2 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അടുത്ത മൂന്നാമത്തെ പാർട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കാം അല്ലെ? നമ്മൾ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചു വെച്ചത്. സെക്ഷൻ 18 വരെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് അല്ലെ? ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മുടെ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് അങ്ങ് ഓടിപ്പോകാം. നിങ്ങൾക്ക് എല്ലാവരും തയ്യാറെടുക്കുന്നത് പോലീസ് എന്ന് പറയുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ്, കാക്കി യൂണിഫോം കിട്ടാൻ വേണ്ടിയാണ്. ഡ്രൈവറായിട്ട് പോലീസ് ഡ്രൈവറിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. CPOക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. WCPOക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ണ്ട്. ഇവർക്ക് എല്ലാവർക്കും പ്രയോജനമാകുന്ന രീതിയിലാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ ഒപ്പം സൂരജാണ്, ഈ ലേണിൽ നിന്നും. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 18 വരെയാണ് പഠിച്ചു വെച്ചത്. ഇനി നമുക്ക് എത്ര മുതൽ പഠിക്കണം ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് ചെല്ലാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 19 ആണ്. ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ CPOയ്ക്കും WCPOയ്ക്കും ഡ്രൈവറിനൊക്കെ നോക്കിയ ആൾക്കാർ ഈ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. നേരത്തെ IPCക്ക് അത് ഉണ്ടായിരുന്ന സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ അത് മാറ്റി സെക്ഷൻ 19 ആക്കി മാറ്റിയിരിക്കുന്നു. ഓക്കെ, ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് എ ക്രിമിനൽ ഇന്റന്റ് ആൻഡ് ഡു പ്രിവെന്റ് അതർ ഹാം എന്നാണ് പറയുന്നത്. ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 19. ഒറ്റയടിക്ക് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വലിയ ഒരു കുറ്റം തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റങ്ങൾ കുറ്റമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഓർത്തു വെച്ചിരിക്കുക. എന്താണെന്ന് നോക്കിയേ. വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി തടയാൻ ചെറിയ കുറ്റം എന്ന് ഓർത്തിരിക്കുക. ചെറിയ കുറ്റം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വലിയ കുറ്റം ചെയ്യുവാൻ അല്ലെ, വലിയ കുറ്റം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് തടയുവാൻ വേണ്ടി വലിയ കാര്യങ്ങൾ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അത് തടയുവാൻ വേണ്ടി ചെയ്യുന്ന കുറ്റങ്ങൾ ചെറുതായിരിക്കും. അത് കുറ്റമല്ല എന്ന് പരിഗണിക്കുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 19. നോക്കിയേ, ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനികൾ തടയുവാൻ വേണ്ടി. കണ്ടോ, അദ്ദേഹത്തിന് ആ ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരു ഇതുമില്ല അതൊരു കുറ്റമാകണമെന്ന്, ആ ചെയ്യുന്നത് കുറ്റമാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നതേ ഇല്ല. കാരണം എന്താണ്? മറ്റു കുറ്റം തടഞ്ഞാൽ മതി. ആ വലിയ പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കണം, ജീവൻ രക്ഷിക്കണം, അല്ലെങ്കിൽ കുറെ ആൾക്കാരെ രക്ഷിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആ മനുഷ്യന്. അങ്ങനെയുള്ള ആ വ്യക്തി ചെയ്യുന്നത് കുറ്റമായിട്ട് പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. വകുപ്പ് ഏതാണ്? സെക്ഷൻ ഏതാണ്? 19. IPCയിലെ സെക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് അറിയാം അല്ലെ? പല ആൾക്കാർക്കും അത് അറിയാവുന്നതാണ്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ആ ഒരു സെക്ഷൻ നമ്മളുടെ 81 ആയിരുന്നു. ഓർത്തിരുന്നോണേ, 81 ആയിരുന്നു. IPCയിലെ സെക്ഷൻ ഏതായിരുന്നു 19 പരമായിട്ട് കിടന്നത്? സെക്ഷൻ 81 ആയിരുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കുക. നോക്കിയേ, വലിയ കുറ്റം തടയുവാൻ ചെയ്യുന്ന കുറ്റകൃത്യം എന്നാണ് നമ്മൾ പറഞ്ഞത്. വലിയ കുറ്റം തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റകൃത്യങ്ങളെയാണ് ഏതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 19 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിയേ, അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് കുറ്റമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഇതിനെ കുറ്റമായി പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പൊ അറിയാം ആ ചെയ്യുന്നത് കുറ്റകരമാണ്, ആ ചെയ്യാൻ പോകുന്നത് കുറ്റമാണ് എന്നറിയാം. എന്നാലും എന്ത് ചെയ്യുകയാണ്? ഒരു നല്ലതിന് വേണ്ടിയാണ്, കുറെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വലിയൊരു കുറ്റം തടയാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, കുറ്റമല്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. സെക്ഷൻ ഏതെന്ന് പറയുന്നത് സെക്ഷൻ 81. IPC സെക്ഷൻ 81. എന്നാൽ BNSലെ സെക്ഷൻ ഏതാണ്? 19. മറന്നുപോകല്ലേ. BNSലെ സെക്ഷൻ 19 എന്താണെന്ന് ഓർത്തു വെച്ചേക്കുവോ. വലിയ കുറ്റം തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റം ഇതെന്തായിട്ട് പരിഗണിക്കുന്നില്ല? കുറ്റമായിട്ട് പരിഗണിക്കുന്നില്ല. വലിയ കുറ്റം നടന്നാൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേസമയം ആ കുറ്റം തടയാൻ വേണ്ടി വേറൊരാൾ വന്ന് എന്ത് ചെയ്യുന്നു? ഇത് തടയുന്നു. അത് കുറ്റമല്ല, ചെയ്തത് കുറ്റമല്ല എന്നതാണ് ഇതിനകത്തിൽ പറയുന്നത്. മനസ്സിലായ കാര്യം മനസ്സിലാവുന്നുണ്ടേ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെക്ഷൻ 19 വരുന്നത്. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ ചേർത്ത് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദാഹരണങ്ങളെല്ലാം ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും പല രീതിയിലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പോലീസ് ഒരിടത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു കിട്ടി, ഒരു ഇൻഫോർമേഷൻ കിട്ടി. അവരവിടെ ചെല്ലുന്നു. അവരവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ബോംബ് പൊട്ടുന്ന സമയമൊക്കെ ആയി എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റേ ഉള്ളൂ. ഈ സമയത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഈ ബോംബ് എടുത്തുകൊണ്ട് നിർവീര്യമാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ഓടിയിട്ട് ഒരു മുകളിൽ നിന്നും, ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അപ്പുറത്തെ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ടർഫാന്ന് വിചാരിച്ചു, ആ ടർഫിലേക്ക് എടുത്ത് എറിയുന്നു. അതായത് ടർഫ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കളിസ്ഥലമാണ്. അങ്ങോട്ട് എടുത്ത് എറിയുന്നു. അവിടെ ആരുമില്ലായിരുന്നു. ആ ടർഫിലേക്ക് വീഴുന്നു. അവിടെ കിടന്നത് പൊട്ടുന്നു. ആ ടർഫിന് വലിയ കേടുപാടുകൾ പറ്റി. അപ്പോൾ നോക്കിയേ, ആ ബോംബ് ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് പൊട്ടിയായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ അത് എവിടെയാണോ ഇരുന്നത് അവിടെ ഇരുന്ന് പൊട്ടിയായിരുന്നെങ്കിൽ ധാരാളം ആൾക്കാർക്ക് എന്ത് പറ്റിയേനെ, അപകടം പറ്റിയേനെ, ജീവൻ നഷ്ടപ്പെട്ടേനെ. വലിയ കുറ്റമാണ്. ആ കുറ്റം തടയാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, ഈ ബോംബ് എടുത്ത് എങ്ങോട്ടാണോ എറിഞ്ഞത് അതൊരു ടർഫായി പോയി. അത് വലിയ കുറ്റം തടയാൻ വേണ്ടി ചെറിയ കുറ്റമാണ്. അതെന്തായിട്ട് പരിഗണിക്കത്തില്ല, കുറ്റമായിട്ട് പരിഗണിക്കത്തില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചേർത്ത് ഉദാഹരണം സഹിതം നിങ്ങൾ അങ്ങ് പഠിക്കുക. എന്നിട്ട് ആ സെക്ഷൻ ഉള്ളിലേക്ക് കയറ്റി അങ്ങ് വെക്കുക, വിട്ടുപോകത്തില്ല പിന്നെ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. എന്താണ് സെക്ഷൻ 20. സെക്ഷൻ 20 ഇൻഫാൻസിയെ പറ്റിയാണ് പറയുന്നത്. എന്താണ് നോക്കി, ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, IPC-ക്കകത്ത് ഉണ്ടായിരുന്നു. 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്നതൊന്നും എന്നല്ല, കുറ്റമല്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു സെക്ഷൻ 20. ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 20 ആരെ പറഞ്ഞിരിക്കുന്നു? 7 വയസ്സിന് താഴെയുള്ള പിള്ളേർ, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നതൊന്നും എന്തല്ല, കുറ്റമല്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന BNS-ലെ വകുപ്പാണ് സെക്ഷൻ 20. മറന്നു പോകല്ലേ, ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ നോക്കി ചെയ്യുന്ന കാര്യങ്ങളുടെ കുറ്റകരമല്ല എന്ന് പറയും. IPC സെക്ഷൻ 82 ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ വർഷം എക്സാം ഒക്കെ എഴുതി പഠിച്ച ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. നമ്മൾ തുടങ്ങുന്ന ആ സമയത്ത് സെക്ഷൻ ഒക്കെ തുടങ്ങുന്ന 81-ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 82-ൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നതൊന്നും എന്തല്ല, കുറ്റമല്ല എന്ന് പറയുന്ന BNS-ലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേക്കണം. ഏതാണ്? സെക്ഷൻ 29. ഇനി നമ്മൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോളം. ജഡ്ജി ചെയ്യുന്നത് കുറ്റമല്ല. ഏതാണ്? ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അത് തടയാൻ വേണ്ടി ചെയ്ത സമയത്ത് അത് കുറ്റകൃത്യമല്ല എന്ന് പറഞ്ഞത് ഏതാണെന്ന് ഓർത്തിരിക്കുക. കോടതിയുടെ ഉത്തമ വിശ്വാസം അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി കയ്യിലുള്ളത് കൊണ്ട് ചെയ്യുന്ന സമയത്ത്, ആ കോടതിയുടെ വിധിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ കുറ്റങ്ങൾ സംഭവിച്ചാൽ അത് കുറ്റമല്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാ? ഓടി ഉള്ളിലേക്ക് വരട്ടെ, ആ സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് വരട്ടെ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉദാഹരണ സഹിതം വീണ്ടും അത് ക്ലാസ് കേൾക്കുക, പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വകുപ്പിലേക്ക് പോകാം. അപ്പോൾ സെക്ഷൻ 20 ആരാണ്? 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നത് എന്തല്ല, കുറ്റമല്ല. ഇനി അടുത്ത നോക്കിക്കോണേ. അടുത്ത ഇതേപോലെ തന്നെയാണ്, സെക്ഷൻ 21. അവിടെ നമ്മൾ കഴിഞ്ഞോട്ട് IPC പഠിച്ചത് സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നോക്കിക്കോണേ, ആക്ട് ഓഫ് ചൈൽഡ് അബൌവ് 7 and under 12 of immature understanding. അപക്വമായ ധാരണാശക്തിയും 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്നു. സെക്ഷൻ 83 ആയിരുന്നു. IPC സെക്ഷൻ 83-ലായിരുന്നു ഇത് പറയുന്നത്. നോക്കി, അപക്വമായ ധാരണാശക്തിയും, അതായത് അവന് പക്വതയൊന്നും വന്നിട്ടില്ല, 7 വയസ്സിന് മുകളിലായി, 12 വയസ്സ് താഴെ. എന്നാൽ അപക്വമായിട്ടുള്ള പക്വത എന്ന് പറയുന്ന സാധനം തീരെയില്ല. അത് ചെയ്തത് എന്തുവാണെന്ന് ചിന്തിക്കാൻ പോലും ഉള്ള കഴിവില്ല. അപ്പോൾ ഇതെന്താ ചെയ്തത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിഞ്ഞുകൂടാ. അവൻ ചെയ്ത ഒരു കുറ്റമാണ്. അത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ പോലും അവൻ അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? അപക്വമായ, പക്വതയില്ലാത്ത ആൾക്കാർ. 7 വയസ്സിനും മുകളിലും 12 വയസ്സിനും താഴെയും പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം കുറ്റമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു കുറ്റം 10 വയസ്സുള്ള ഒരു വ്യക്തി ചെയ്തു എന്ന് ഓർത്തിരിക്കുക. ഒരു കുറ്റം എത്ര വയസ്സുള്ളതാണ്? 10 വയസ്സുള്ള ഒരു കുട്ടി ചെയ്തു. പക്ഷെ അവൻ ആ ചോദ്യം ചെയ്യില്ല, അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞിട്ട് അവനോട് എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ അതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏത് സെക്ഷന്റെ കീഴിലേക്ക് പോകുന്നു? സെക്ഷൻ 21 പ്രകാരം അവൻ എന്തല്ല, കുറ്റക്കാരനല്ല എന്ന് പറയുന്നു. അപ്പോൾ 7-നും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ അപക്വതാപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ, പക്വതയില്ലാതെ ചെയ്യുകയാണെങ്കിൽ, ഇത് എന്താണെന്ന് അറിയാതെ ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്? BNS-ലെ സെക്ഷൻ 21, IPC സെക്ഷൻ 83. ഓക്കെ ആണല്ലോ? കിട്ടുന്നുണ്ടല്ലോ കാര്യങ്ങൾ? ഓർത്തു വെച്ചേക്കണേ. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകരമല്ല, 20 ആണ്. 7-നും 12 വയസ്സിന്, 7-ന് മുകളിലും 12 വയസ്സിന് താഴെയും
പ്രായമുള്ള ആൾക്കാർ അപക്വതാപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല. സെക്ഷൻ ഏതാണ്? 21 BNS-ലെ 21. കിട്ടുന്നുണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ, കൂടെ പിടിച്ചോണേ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ അങ്ങ് പോവുക. നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ, മറന്നൊന്നും പോകത്തില്ല. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത സെക്ഷൻ 22, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് പെട്ടെന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഓർത്ത് വെച്ചേക്കോ. സെക്ഷൻ 22, തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തല്ല, കുറ്റകരമല്ല എന്ന് പറയുന്നു. അതായത് വട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തല്ല, കുറ്റകരമല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് ഞാൻ വട്ടനാണെന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് എന്നെ വട്ടനായിട്ടൊന്നും പരിഗണിക്കത്തില്ല. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ചിത്തഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. IPC സെക്ഷൻ 84-ൽ നമ്മൾ ഇത് പഠിച്ചതാണ്. 84-ലാണ് IP സെക്ഷനകത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെവിടെയായി? 20 സെക്കൻഡിലായി. 20, 21, 22 ഇത് IPC-യുടെ സെക്ഷൻസ് അതേപോലെ മാറ്റി BNS-ൽ വന്നതാണ്. അപ്പൊ നോക്കി, പ്രതി കുറ്റം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണമായി താൻ ചെയ്ത കുറ്റത്തിന്റെ സ്വഭാവമോ അനന്തരഫലമോ അറിയാൻ കഴിയില്ലെന്ന് തെളിയിച്ചിരിക്കണം. അപ്പോൾ ഈ ചിത്തഭ്രമം ഉണ്ടാന്ന് പറഞ്ഞ ഒരു വ്യക്തി, അതായത് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു, ഒരാളെ എന്ത് ചെയ്തിരിക്കുന്നു? തലയ്ക്ക് അടിച്ച് കൊന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വീടിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചു, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ കത്തിച്ചു. എന്നിട്ട് പറയുകയാണ് എനിക്ക് ചിത്തഭ്രമമുണ്ട്, ഞാൻ ഭ്രാന്തനാണെന്ന് പറയുകയാണെങ്കിൽ ആ വിചാരണ സമയത്ത് അയാൾ എന്ത് ചെയ്തിരിക്കണം? അയാൾ ഈ ഒരു വർഷങ്ങളായിട്ട് എന്താണെന്ന്, ഈ ചിത്തഭ്രമമുള്ള ആളാണ്, അൺസൗണ്ട് മൈൻഡ് ആണെന്ന് കോടതി മുമ്പാകെ തെളിയിച്ചിരിക്കണം. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്തിരിക്കും? അവനെ പിടിച്ച് അകത്തിട്ടിരിക്കും. അവൻ കുറ്റം ചെയ്തതാണെന്നുള്ള വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യും. കണ്ടോ, മനസ്സിലായോ? ആ ചെയ്ത സമയത്ത് ഇതെന്താണ്, ഈ പെട്രോൾ അല്ലെങ്കിൽ ഈ വീട് കത്തിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ അനന്തരഫലം ഉണ്ടാകും? അതിനകത്ത് ആൾക്കാർ കിടന്ന് താമസിക്കുന്നുണ്ട്, അവർക്ക് ജീവനുണ്ട്, അവർ മരിച്ചു പോകും എന്നുള്ള ബോധം ആ സമയത്ത് ഇവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം. അല്ലാതെ ഒരു തീ കത്തിച്ചിട്ട് ഇപ്പൊ കരിയില കൂട്ടിയിട്ട് തീ കത്തിക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അതേപോലെ എന്നാൽ കരിയില കത്തിക്കുന്ന പോലെ വീട് വന്ന് കത്തിച്ചേക്കുക. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെ സംഭവിക്കും, എത്രമാത്രം ആൾക്കാർ ജീവൻ നശിക്കും, അങ്ങനെയുള്ള ബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ ചെയ്ത സമയത്ത് കഴിയുന്നുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അങ്ങനെയുള്ള ചിന്തയേ ഇല്ല. വെറുതെ തീയൊക്കെ കത്തിക്കുന്ന പോലെ, അവിടെ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന പോലെ തന്നെ വീടും കത്തിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ കത്തിക്കുന്ന ആളാണെങ്കിൽ അവൻ ചിത്തഭ്രമമുള്ള ആളാണ്. അത് തെളിയിക്കുകയും ചെയ്യണം. അത് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര നാളും ചികിത്സിക്കുന്നു, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഒക്കെ കിട്ടുന്ന ഡോക്ടർ വന്ന് അതിനെ പരിശോധിച്ചിട്ട് പറയും ഇവൻ ചിത്തഭ്രമമുള്ള ആളാണ്. അപ്പോൾ അവൻ ചെയ്യുന്നത് എന്തല്ല, കുറ്റമല്ല. അപ്പോൾ അവനെ എങ്ങോട്ട് മാറ്റും? ആ ചെയ്ത ആളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മെന്റൽ ഹോസ്പിറ്റലിലേക്ക്, ഗവൺമെന്റ് ചെലവിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്യാറുള്ളത്. മനസ്സിലായല്ലോ സംഭവം? സെക്ഷൻ 22 എന്താണ്? ഭ്രാന്തുള്ള ആൾക്കാർ, ചിത്തഭ്രമമുള്ള ആൾക്കാർ ചെയ്യുന്നതൊന്നും എന്തല്ല, കുറ്റമല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ചിത്തഭ്രമം അഭിനയിക്കുകയോ അങ്ങനെ ചെയ്യുന്നത് അതൊന്നും ഇവിടെ അംഗീകരിക്കത്തുമില്ല എന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സെക്ഷൻ 23 ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗൈൻസ്റ്റ് ഹിസ് വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരാളുടെ ഇഷ്ടത്തിനെതിരായി അദ്ദേഹത്തിന് ലഹരി നൽകുന്നു. അതായത് ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനെതിരായി അയാളെ നിർബന്ധിച്ച് എന്ത് നൽകുന്നു? ലഹരി നൽകുന്നു. ആ ലഹരിയുടെ ആസക്തിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചില കുറ്റങ്ങൾ ചെയ്യുന്നു. ആ കുറ്റങ്ങൾ എന്തല്ലെന്ന് പറയുന്നു? ആ കുറ്റമായിട്ട് പരിഗണിക്കത്തില്ല. അതിനെ എന്തായിട്ട് കാണത്തില്ല? കുറ്റമായിട്ട് കാണത്തില്ല, പരിഗണിക്കത്തില്ല എന്നാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനൊരു പ്രശ്നമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ഈ നിർബന്ധിച്ച് മദ്യപിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ ബഹളം ഉണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, അപ്പുറത്ത് പോസ്റ്റിലെ ലൈറ്റ് എറിഞ്ഞ് പൊട്ടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ അപ്പുറത്തെ പോകുന്ന വഴിയിലെ വീട്ടിലേക്ക് കല്ല് ഇറക്കി എറിയുന്നു. ആ സമയത്ത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചെയ്തത്. എന്നെ ആൾക്കാർ എന്ത് ചെയ്യും? നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. അത് തെളിയിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നിർബന്ധിച്ച് ചെയ്തതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരല്ല? കുറ്റക്കാരനല്ല എന്ന് പറയുന്ന BNS-ലെ വകുപ്പാണ് സെക്ഷൻ 23. കിട്ടിയല്ലോ? 23 എന്താണെന്ന് അപ്പോൾ ഓർത്തു വെച്ചേക്കുക. അത്
ഇനി അടുത്ത നോക്കിയേ, ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെയോ ബലപ്രയോഗത്തിലൂടെയോ അയാൾക്ക് ലഹരി വസ്തുക്കൾ നൽകിയതിന് കാരണം അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നിയമവിരുദ്ധമാണെങ്കിലും കുറ്റകൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല. സംഭവം മനസ്സിലായല്ലോ? സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ, എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്ത് നൽകുന്നു അല്ലെങ്കിൽ നിർബന്ധിച്ചു, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു, നീ കുടിച്ചോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്റെ രണ്ട് കൈയും കെട്ടിയിട്ടിട്ട് രണ്ട് കവളിലും പിടിച്ചിട്ട് എന്റെ വായി മൊത്തവും എന്ത് ചെയ്തിരുന്നു, ഈ കള്ള ഒഴിച്ചു തരുന്നു. അങ്ങനെ ഞാൻ മദ്യപിച്ച് അല്ലെങ്കിൽ ഞാൻ ലക്ക് കെട്ടിട്ട്, ഞാൻ എന്റെ സ്വഭാവമൊന്നുമില്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ കുടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഉള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തല്ല എന്ന് പറയുന്നു, അത് കുറ്റമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അറിവോട് കൂടിയാ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അത് കുറ്റമാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മദ്യപിക്കുന്നു, ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് എനിക്ക് അറിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, കുറ്റമാണ് എന്ന് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ 24, പ്രത്യേകമായ ഒരു ഉദ്ദേശവും അറിവും വേണ്ട കുറ്റകൃത്യം. ലഹരി ഉപയോഗിച്ച വ്യക്തി ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാവോ? ഒരു സംഭവം ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടപ്പിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾ സ്വബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത്, ഇപ്പൊ വിചാരിക്കുക, ഞാൻ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കുറ്റം ചെയ്യാൻ ആസൂത്രണം ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യാൻ ആസൂത്രണം ചെയ്തു. ആ കുറ്റം ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി മദ്യപിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായി, എന്റെ ശരീരത്തിൽ ലഹരിയുണ്ട്. എന്നാൽ ഞാൻ ആ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതേ രീതിയിൽ തന്നെ ചെന്ന് ആ കുറ്റം ചെയ്യുകയാണെങ്കിൽ, കണ്ടോ, അപ്പോൾ ഞാൻ എങ്ങനെയാണോ മദ്യപിക്കാതിരുന്നാൽ ആ കുറ്റം ചെയ്യുന്നത് അതേ രീതിയിൽ ഞാൻ ആസൂത്രണം ചെയ്ത അതേ സമയത്ത് തന്നെ എന്തു ചെയ്യുന്നു, ആസൂത്രണം ചെയ്ത അതേ രീതിയിൽ തന്നെ ആ കുറ്റം ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 24 പറയുന്നത്. അപ്പോൾ ഇതിനെ എന്തായിട്ട് പറയുന്നു, ഇതിനെ എന്തായിട്ട് പറയുകയാണ്, അത് കുറ്റമാണെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അത് കുറ്റം ആണ് തന്നെയാണ് പറയുന്നത്. സംഭവം മനസ്സിലായല്ലോ? അതായത് ഞാൻ മദ്യപിച്ചു, എന്നെ എന്ത് ചെയ്തു, ബലപ്രയോഗത്തിലൂടെ എൻ്റെ തലയിൽ കുറെ മദ്യമൊക്കെ ഒഴിച്ചു, അന്ന് വായിക്കാത്തൂടെ കുറെ മദ്യമൊക്കെ ഉപയോഗിച്ചു. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ഇച്ഛാശക്തിക്ക് എതിരായിട്ട് കുറെ കാര്യങ്ങൾ, പോകുന്ന വഴിക്ക് എന്ത് കിട്ടി, ആയുധങ്ങളൊക്കെ കിട്ടി, അതെടുത്ത് അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ കയറി അവരുടെ വാഴ മൊത്തം വെട്ടി നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. അതേസമയം മദ്യപിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തു, പോകുന്ന വഴിക്ക് മറ്റേ കൊച്ചാട്ടന്റെ വാഴത്തോട്ടം മൊത്തം വെട്ടി നശിപ്പിക്കണം. അത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മദ്യം മേടിച്ചു കഴിക്കുന്നു. മദ്യം മേടിച്ച് കഴിക്കുമ്പോൾ തന്നെ ആയുധം ഇതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിരുന്നു, വെട്ടി നിരത്താനുള്ള വെട്ടുകത്തി പോക്കറ്റ് തിരികെ വെച്ചിരുന്നു. അപ്പോൾ മദ്യം കുടിച്ചിട്ട് കുറച്ച് ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന കണ്ടത്തിലോട്ട് കയറി അവരുടെ വാഴ മൊത്തം വെട്ടിക്കളയുന്നു. ഇതെന്താണ്, കുറ്റകൃത്യമായിട്ട് പ്രതിപാദിക്കുന്നു. സെക്ഷൻ ഏതാണ്, സെക്ഷൻ 24. ഓർത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്, സെക്ഷൻ 24. കാരണം ബോധമുണ്ട്, ഇത് ഞാൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അത് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തേ, കള്ളു കുടിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നത് എവിടെയാണ്, സെക്ഷൻ 24. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ബന്ധപ്പെടുക, നമ്മൾ അതിന് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ 25, ആക്ട് നോട്ട് ഇന്റൻഡഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രേവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെന്റ്. മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് കരുതാത്തതും മരണം സംഭവിക്കാനോ കഠിനമായ ദേഹോദരം ഏൽപ്പിക്കുവാനോ ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം ഒരാളുടെ സമ്മതത്തോടു കൂടി ചെയ്യുമ്പോൾ. ഈ സംഭവം മനസ്സിലായോ? ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സെക്ഷനാണ്. നമ്മളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇച്ചിരി പ്രശ്നം കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ പണ്ട് നമ്മളൊക്കെ കളിക്കാനൊക്കെ പോകുമല്ലോ, ഈ കബഡി കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള കബഡി കളിക്കുമ്പോൾ കണ്ടില്ല ഇടിച്ച് എടുത്ത് കളയുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾക്ക് അറിയത്തില്ല അതെന്താണ്, അത് മരണം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നോ, കഠിനമായ വാരിയിലൊക്കെ ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ കഠിനമായ ദേഹോപദ്രവം ഏൽക്കുമെന്ന് കണ്ടില്ലേ. ഇന്നാള് കുറച്ച് നാളും ഒരു വീഡിയോ ഒക്കെ കബഡി കോർട്ടിലൊക്കെ വീണ് മരിക്കുന്നത്, ക്രിക്കറ്റ് കളിക്ക് നമ്മുടെ ഓസ്ട്രേലിയ ഹ്യൂഗ്സ് മരിച്ചുപോയത് തലയ്ക്ക് ബോൾ കൊണ്ടത്, അതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അതാണ് മരണം സംഭവിക്കുകയോ കഠിനമായ
ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് കരുതാത്തതും, കരുതുന്നില്ല ഇതിങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ കരുതാത്തതും, മരണം സംഭവിക്കാനോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുവാനോ ഇടയുണ്ടെന്ന് അറിയാത്തതും. ഇത് രണ്ടും ഉണ്ടാകുമെന്ന് അറിയത്തുമില്ല. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, മരണം സംഭവിക്കാനോ ദേഹോപദ്രവം ഉണ്ടാവുമോ കഠിനമായ ദേഹോപദ്രവം ഉണ്ടാവുമെന്നോ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഓടി വന്ന സമയത്ത്, കബഡി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇടി നടന്നു, അല്ലെങ്കിൽ പിടിച്ച് ഇടിച്ച സമയത്ത് എന്ത് ചെയ്തു? താഴെ പോയി, ആ കുഴിയിൽ പോയി തലയിടിച്ചു മരിച്ചു. അതെന്താവുന്നില്ല, കുറ്റമാവുന്നില്ല എന്ന് പറയുന്നു അവര്. അതേപോലെ എഗ്രിമെന്റിന്റെ പുറത്തൊക്കെ അല്ലേ മറ്റേ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഒരു കളിയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ബോക്സിംഗ് സമയത്ത് രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇത് ചെയ്യുന്നത്. ആ സമയത്ത് അറിയാതെ മാറി ഇടി കൊണ്ട്, മൂക്കിൽ കൊണ്ട്, എവിടെയെങ്കിലും കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെന്തല്ല, കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 25. കാര്യം മനസ്സിലായോ? അപ്പൊ സെക്ഷൻ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ നമുക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ സംഭവിക്കുന്ന അറിയുന്നുമില്ല. അങ്ങനെ അറിയാതെ രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം? പരസ്പര സമ്മതത്തോടെ അങ്ങ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെന്തല്ല, കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 30 നമ്മൾ ചെല്ലുകയാണ്. സെക്ഷൻ 30 എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവം ചെയ്യുന്ന കുറ്റകൃത്യം, അല്ലെങ്കിൽ ചെയ്യുന്ന കൃത്യം, കുറ്റകൃത്യം എന്നൊന്നും പറയണ്ട, ചെയ്യുന്ന കൃത്യം. ഇതാ നേരത്തെ നിങ്ങൾ പഠിച്ചതാണ് IPC 92 92 നോക്കിയേ, അപകടം പറ്റിയ ഒരാൾക്ക്. അപ്പോൾ എന്താണ്? ഒരാളുടെ ഗുണത്തിനായി അയാളുടെ സമ്മതം കൂടാതെ ചെയ്യുന്ന, വിശ്വാസപൂർവ്വം ചെയ്യുന്നത് കുറ്റമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കും. ആക്സിഡന്റ് പറ്റിയ സമയത്ത് ആൾക്കാർ എടുത്തുകൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അയാളുടെ കാല് മുറിച്ചു മാറ്റിയേ പറ്റൂ. അപ്പോൾ അയാളുടെ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് വലിയ പ്രശ്നമാകും. അപ്പോൾ ഇയാളുടെ സമ്മതം ചോദിക്കാൻ ആരും, വളരെ ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യുകയും ചെയ്യണം. ആ സമയത്ത് അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അയാളുടെ കാല് മുറിച്ചു മാറ്റുകയാണെങ്കിൽ ആ ചെയ്യുന്നത് കുറ്റകരമല്ല എന്ന് പറയുന്നു. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു സമയത്ത് സർജറി വേണം, വേറെ എന്തെങ്കിലും സർജറി വേണം. ആ സർജറി നമുക്ക് ആശുപത്രിയിലൊക്കെ ചില സമയത്ത് കണ്ടില്ലേ, കൺസെന്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണ്ടേ? അപ്പോൾ ഒപ്പിടാൻ ആരുമില്ല. ഡോക്ടർ അല്ലെങ്കിൽ ആൾക്കാർ, അവിടുത്തെ ഉദ്യോഗസ്ഥര് ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു കാര്യം അങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അത് എന്തല്ല, കുറ്റകൃത്യമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് BNS സെക്ഷൻ 30, IPC 92. അപ്പൊ IPC ഒക്കെ അവിടെ നിന്നോട്ട് നമുക്ക് ആരെയും മതി, നമുക്ക് BNS സെക്ഷൻ 30 മതി. അപ്പോൾ BNS സെക്ഷൻ 30 ഓർത്തിരിക്കുക. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഒരാളുടെ ഗുണത്തിനായി ചെയ്യുന്ന, ഒരാളുടെ ഗുണത്തിനായി, അതായത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ, അയാളുടെ സമ്മതം എടുക്കാൻ പറ്റാത്ത അവസരങ്ങളിലാണ് കേട്ടോ, അയാളുടെ സമ്മതം എടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ അയാളുടെ സമ്മതമില്ലാതെ അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, അയാളുടെ ഗുണത്തിനായി നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായി മാറുന്നില്ല, കുറ്റകൃത്യമായിട്ട് മാറുന്നില്ല. ഒരു കൈ മുറിച്ചു മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റിയേ പറ്റൂ, സമ്മതം ചോദിക്കാൻ ആരുമില്ല, അയാൾ ആ അവസ്ഥയിലുമല്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? അങ്ങനെ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്നു. ഏതിനകത്തിൽ? BNS സെക്ഷൻ 30. കിട്ടിയല്ലോ സംഭവങ്ങള്. സെക്ഷൻ 31, അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. സെക്ഷൻ 31, കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. നോക്കിയേ, ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന ഒരു അറിയിപ്പ്. എനിക്ക് നന്നായിട്ട് അറിയാം ഇനി ഇതാ സംഭവിക്കാൻ പോകുന്നത്. ആ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവരോടത്ത് ചെന്ന് പറഞ്ഞു, അത് അവർ താങ്ങാൻ പറ്റാതെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതെന്താവുന്നില്ല, കുറ്റകരമാകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരാള്, അവരുടെ മോനോ ആരുടെയെങ്കിലും ഒരു ബന്ധുക്കളോ എന്തെങ്കിലും ആരെങ്കിലും വിദേശത്ത് വെച്ച് മരിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി, ഒരു കുടുംബത്തിലെ ആക്സിഡന്റിൽ വെച്ച് മരിച്ചുപോയി. ആ കാര്യം ഈ വീട്ടുകാരെ അറിയിക്കണം. അത് മരിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാണ്, ഉത്തമ വിശ്വാസപൂർവ്വമാണ് ഞാൻ ആ കാര്യം ചെന്ന് അയാളോട് പറയുന്നത്. ആ വീട്ടിൽ ചെന്ന് പറയുന്ന സമയത്ത് അവർക്കിത് പെട്ടെന്ന് താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും അസുഖമോ ഹാർട്ട് അറ്റാക്കോ മറ്റും വന്ന് മരിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ചെയ്തത് കുറ്റമല്ല എന്ന് പറയുന്നു. ഏതിനകത്തിൽ? സെക്ഷൻ 31. ഒരു ഡോക്ടർ ഒരു രോഗിയോട് അയാളുടെ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുന്നു. അയാൾക്ക് എന്ത് ചെയ്യുന്നു? അത് അറിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു. അതിന് ഡോക്ടർ ഉത്തരവാദിയല്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? ഉത്തരവാദി എന്നല്ല, അയാൾ ഡോക്ടർ കുറ്റം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ഉള്ള കാര്യമാണ് ചെന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ ചെയ്ത വ്യക്തി ആരല്ല, കുറ്റക്കാരനല്ല എന്ന് പ്രതിപാദിക്കുന്നു. BNS സെക്ഷൻ 31. കിട്ടിയല്ലോ? സംഭവം കിട്ടിയല്ലോ? മനസ്സിലായോ? അപ്പോൾ ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് നടന്ന സംഭവം നടന്നു കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്.
ആ ഒരു പൂർണ്ണ ഉറപ്പിന്റെ പുറത്ത് നമ്മൾ ഒരു കാര്യം ആ ഒരാളോട് പറയുന്നു. അടുത്ത സെക്ഷൻ 32 32 സെക്ഷൻ 32 പറയുന്നു, ഭീഷണി മൂലം ഒരാൾ കുറ്റം ചെയ്യുവാൻ നിർബന്ധനാകുന്നു എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ്, നീ ഇത് ചെയ്തേ പറ്റൂ. അതെങ്ങനെയാണ്? അയാളുടെ ജീവൻ അയാളെ കൊല്ലുമെന്ന് ഉറപ്പ് വരിക. അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കുറെ പേര് എന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലും, നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കുറ്റങ്ങൾ എന്തായിട്ട് പരിഗണിക്കത്തില്ല? കുറ്റങ്ങളായിട്ട് പരിഗണിക്കത്തില്ല. എന്നാൽ തന്നെ രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് നോക്കിയേ, കൊലപാതകവും മരണശിക്ഷ ലഭിക്കാവുന്നതുമായ, കണ്ടോ, കൊലപാതകം, അത് ഞാൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒരുത്തിനെ കൊന്നു കഴിഞ്ഞാൽ അത് കുറ്റം, അത് കുറ്റം തന്നെയാണ്, അതിനെ ഒഴിവാക്കത്തില്ല. അപ്പോൾ ഒരു കൊല ചെയ്യുന്നു, എന്നെ ഭീഷണിപ്പെടുത്തി ഞാനൊരു കൊല ചെയ്താൽ അത് ഇതിനകത്തിൽ ഒഴിവാക്കത്തില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഉണ്ടല്ലോ, രാജ്യത്തിന്റെ സുരക്ഷയെ പറ്റുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അതിനകത്തിൽ നിന്നും എന്നെ ഒഴിവാക്കത്തില്ല. മരണശിക്ഷ വരെ മരണശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റങ്ങൾ, മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കൊലപാതകം പോലുള്ള കാര്യങ്ങളാണ്, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല, എനിക്ക് ഒഴിവാക്കത്തില്ല. അതേസമയം മറ്റു കുറ്റങ്ങളാണ് എന്നെ നിർബന്ധിച്ച്, നിന്റെ ജീവൻ ഞാൻ എടുക്കും, നിന്നെ കൊന്നു കളയുമെന്ന് ഉറപ്പ് നൽകി, എന്നെ കൊല്ലും, ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് എനിക്ക് ഉറപ്പുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന കുറ്റങ്ങൾ എന്തായിട്ട് പരിഗണിക്കുന്നില്ല? കുറ്റങ്ങളായിട്ട് പരിഗണിക്കുന്നില്ല. എന്നാൽ ഒരാളെ ഞാൻ കൊല്ലുകയാണെങ്കിൽ അതെന്തായിട്ട് തന്നെ പരിഗണിക്കും? കുറ്റമായിട്ട് തന്നെ പരിഗണിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? നമ്മൾ കൂടെ തന്നെ കിട്ടുന്നില്ലേ? കാര്യങ്ങൾ പുറമോട്ടൊന്ന് ഓർത്ത് നോക്കണേ. ആ പണ്ടത്തെ കാര്യങ്ങൾ, ആ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കണേ. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒഴിവാക്കലുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, BNS നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സെക്ഷൻ 33 ആണ് തുച്ഛമായ ഹാനി ഉളവാക്കുന്ന കൃത്യം. ഏതെങ്കിലും ഒരു വ്യക്തി, കണ്ടോ നോക്കിയേ, സെക്ഷൻ തുച്ഛമായ ഹാനി ഉളവാക്കുന്ന ഒരു കൃത്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഹാനി ഉളവാക്കാൻ ഉദ്ദേശിച്ചോ ഹാനി ഉണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ തുച്ഛമായ ഹാനി ഉണ്ടാക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാതിപ്പെടാതെ കാലത്തോളം കുറ്റമായി കാണുന്നില്ല. ഒരു വ്യക്തി ഇപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ നമ്മളോട് ശത്രുതയുണ്ട്, നമ്മളും അവന് ശത്രുതയുണ്ട്. അവൻ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ ചെയ്യുന്ന കാര്യമൊന്നും നമുക്ക് വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, നമുക്ക് വലിയ ഹാനിയൊന്നും ഉണ്ടാകുന്നില്ല, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പരാതിപ്പെടുന്നില്ല. പരാതിപ്പെടാത്ത കാലത്തോളം അതെന്താവുന്നില്ല? അത് കുറ്റമായിട്ട് മാറുന്നില്ല എന്നാണ് ആര് പറയുന്നത്? സെക്ഷൻ 33 പറയുന്നത്. കണ്ടല്ലോ, ഓർത്തു വെച്ചേക്കണേ. തുച്ഛമായി ഹാനി ഉളവാക്കാവുന്ന കൃത്യമാണ്. വളരെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഹാനിയൊക്കെ ഉളവാക്കാവുന്ന സാധനങ്ങൾ, അതൊന്നും എന്തായിട്ട് മാറുന്നില്ല? കുറ്റകൃത്യമായിട്ട്. അത് കുറ്റകൃത്യമായിട്ട് മാറും. അത് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റകൃത്യമാണ്, പരാതിപ്പെടാത്ത കാലത്തോളം അതെന്തല്ല? കുറ്റകൃത്യമല്ല എന്നാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 33 പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. രണ്ടുപേര് തമ്മിൽ ശത്രുതയാണ്, അപ്പോൾ ചുമ്മാ ഉള്ള ശത്രുതയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? മറ്റേ ആള് ചുമ്മാ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ്, ഇവനെ പേടിപ്പിക്കാൻ ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഹാനി ഒന്നും ഉണ്ടാകുന്നില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തുച്ഛമായ ഹാനി പോലും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ചെറിയ മുറിവോ എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് പേടിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. ആ സമയത്ത് അയാൾ പരാതിപ്പെടുന്നില്ലെങ്കിൽ അതെന്തല്ല? കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നു സെക്ഷൻ 33 BNS. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സെക്ഷൻ 34 ആണ് സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. സ്വയം സുരക്ഷയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തല്ല? കുറ്റമല്ല എന്നാണ് പറയുന്നത്. നോക്കിയേ, തിങ്സ് ഡൺ ഇൻ എ പ്രൈവറ്റ് ഡിഫൻസ്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ഡിഫൻസ് ചെയ്യുന്നു. സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തല്ല? കുറ്റമല്ല എന്ന് പറയുന്നു. സ്വരക്ഷയ്ക്ക് വേണ്ടി ആണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. ചുമ്മാ ഒരുത്തിന്റെ കാലും കൈയും തല്ലി ഓടിച്ചിട്ട് പറയുവാണ് അവനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കൈയും കാലും തല്ലി ഓടിച്ചതെന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത് കൃത്യമായിട്ട് തെളിയിക്കണം. ഇത്ര നാളുകൊണ്ട് ഇവൻ എന്നെ ഉപദ്രവിക്കാൻ നടക്കുകയാണ്, ഇത്രയും നാളുകൊണ്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവന്റെ കൈയും കാലും തല്ലി ഓടിച്ചതെന്ന് ആര് തെളിയിക്കണം? ആ ചെയ്ത വ്യക്തി തെളിയിച്ചിരിക്കണം. സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും അതിനുവേണ്ടി തന്നെയാണ് ചെയ്തതെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തായിട്ട് പ്രഖ്യാപിക്കും? കുറ്റക്കാരനല്ല എന്ന രീതിയിൽ നമ്മളെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി തരുന്ന സെക്ഷനാണ് BNSലെ സെക്ഷൻ 34 കിട്ടുന്നുണ്ടല്ലോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ അത് സുരക്ഷയ്ക്കായി വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തെങ്കിൽ, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തെങ്കിൽ അതെന്തല്ല?
കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നു. നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത്, നിങ്ങളെ ഒരാൾ കുറെ ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ആ വണ്ടി ഓടിക്കുന്ന ആളുടെ കഴുത്തെ കയറി പിടിച്ച് മുറുക്കുകയാണ്. മുറുക്കുന്ന സമയത്ത് അവന് വണ്ടിയുടെ കൺട്രോൾ പോയി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കയറ്റുന്ന സമയത്ത് അവന്റെ രണ്ട് കാലും പോയി. ആ ഫ്രണ്ടിൽ ഇരുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റി, നമ്മൾ ഇറങ്ങി ഓടിപ്പോയി. ഒരു രക്ഷപ്പെട്ട സമയത്ത് അന്വേഷണം വരുമ്പോൾ ഇത് ഇങ്ങനെയാണ്, എന്നെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഞാൻ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരല്ല, കുറ്റക്കാരല്ല എന്ന് പറയുന്നു സെക്ഷൻ 34 എന്നുള്ളത്. ഈ സെക്ഷൻ 44 BNS-ലെ സെക്ഷൻ 44 ഏതാണ്? ജനറൽ എക്സെപ്ഷൻസിന് അതിലെ 44 ഓർത്തോണേ. നിരപരാധിയായ ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളപ്പോൾ, കണ്ടോ, നിരപരാധിയായ ഒരു വ്യക്തിക്ക് എന്ത് ഉപദ്രവം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളപ്പോൾ മാരകമായ കയ്യേറ്റത്തിനെതിരെയുള്ള സ്വരക്ഷാവകാശത്തെ പറ്റി പറയുന്നു. ഒരു കൂട്ടം ജനങ്ങൾ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ വരികയും അവരുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുമെന്ന് ഉറപ്പുവരികയും ചെയ്യുമ്പോൾ സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കുറ്റമല്ല എന്ന് പറയുന്നു. ഒരു വ്യക്തിയെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇവൻ പന്നനാണ്, ഇവൻ കൊള്ളരുതാത്തവനാണ്, കുറ്റക്കാരനാണെന്ന് പറഞ്ഞു ഇവനെ തല്ലിക്കൊല്ലാൻ ആൾക്കാരെല്ലാം കൂടെ ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത്, ഇവനെ കൊല്ലാൻ വേണ്ടി ഓടി വരുന്ന സമയത്ത്, അപ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇവൻ തിരിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ, ഇവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, സ്വരക്ഷയ്ക്ക് വേണ്ടി ഇവൻ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊന്നും കുറ്റമല്ലെന്ന് ആര് പറയുന്നു? സെക്ഷൻ 44 പറയുന്നു. അവിടെയും എന്ത് ചെയ്തിരിക്കണം? തെളിയിച്ചിരിക്കണം എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. അവിടെ നമ്മൾ തെളിയിച്ചിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സെക്ഷൻ 44 നിരപരാധിയായ ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളപ്പോൾ മാരകമായ കയ്യേറ്റത്തിനെതിരെയുള്ള സ്വരക്ഷ അവകാശത്തെ പറ്റി പറയുന്നു. ഒരു വ്യക്തി നിരപരാധിയാണ്, അവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലെ എല്ലാ ആൾക്കാരും കൂടെ കൂട്ടത്തോട് വന്ന് അവനെ മർദ്ദിക്കുകയാണ്. അവന്റെ ജീവൻ തന്നെ ഇല്ലാതാകുമെന്ന് അവന് തോന്നുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവന് പ്രതികരിക്കാൻ പറ്റും, അവന് തിരിച്ചു നിൽക്കാൻ പറ്റും. അത് കുറ്റമല്ല എന്ന് പറയുന്നു BNS-ലെ സെക്ഷൻ 44 കേട്ടോ. ജനറൽ എക്സെപ്ഷനത്തിലാണ്, ഓർത്തോണെ, ഒഴിവാക്കലുകളാണ്. ഇതൊന്നും കുറ്റമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ BNS-ന്റെ ജനറൽ എക്സെപ്ഷൻസ് അധ്യായം 3 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പൊതുവായ ഒഴിവാക്കലുകളെ പറ്റി, അതായത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ എന്താണ് ചെയ്ത കുറ്റങ്ങൾ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത കുറ്റങ്ങൾ കുറ്റങ്ങളല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ജനറൽ എക്സെപ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക, റിവിഷൻ ചെയ്യുക, ഓരോ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ പഴയ കാര്യങ്ങൾ പിന്നെയും റിവൈൻഡ് ചെയ്ത് തന്നെ പഠിച്ചു പോകുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സാം ആണ് ഈ വട്ടത്തെ പോലീസിന്റെയും WCPOയുടെയും പോലീസ് ഡ്രൈവറിന്റെയും ഒക്കെ ഉള്ള പരീക്ഷകൾ. ആ പരീക്ഷ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്, നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലക്ഷ്യം ആ യൂണിഫോം അണിയുക എന്നുള്ളതാണ്. അതെപ്പോഴും നിങ്ങൾ ഓർക്കുക. BNS-ന്റെ അടുത്ത ഭാഗമായിട്ട് ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങൾ തരുന്ന ആ സപ്പോർട്ടാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.